ട്രേഡേഴ്സ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ അതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഓക്കെ, ഹൈയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. എക്സാക്ട്ലി ഹൈയെ ബ്രേക്ക് ചെയ്തോന്ന് ചോദിച്ചാൽ ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ഹൈ ഏറ്റവും മേളിൽ നോക്കിയാൽ മതി, 3120 ആണ് ഇതിൻ്റെ ഒരു ഹൈ. ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 2040. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇച്ചിരി അഗ്രസീവ് എൻട്രി ആയി പോയോ? കുഴപ്പമില്ല, ഹൈയെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് ട്രേഡിൽ എൻട്രി എടുത്തത്. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ചെറുതാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രേഡ് നോക്കാവുന്നതാണ്. ഇന്നിപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻ്റം ഒന്നും എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഇവിടുന്ന് ഒരു മൊമെൻ്റം ഉണ്ടായ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻ്റം മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഹൈയെ നല്ലപോലെ ബ്രേക്ക് ചെയ്തില്ല മാർക്കറ്റ്, അങ്ങനെ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. കുഴപ്പമില്ല, ഏതായാലും നമുക്ക് സാധാരണ എടുക്കുന്ന പോലെ തന്നെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് എടുക്കാം. വളരെ ചെറുത് ഒരു 36-37 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വയ്ക്കാം. അപ്പോൾ വലിയൊരു സ്റ്റോപ്പ് ലോസും ഇല്ല ഈ ഒരു ട്രേഡിൽ, ചെറിയൊരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു കോസ്റ്റിൽ തന്നെ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 500 റുപ്പീസിൻ്റെ അടുത്ത് ലോസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ലോസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്യാം. അല്ല ഗ്രീനിലോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റും വയ്ക്കാം. ഓക്കെ, അത്യാവശ്യം സ്റ്റോപ്പ് ലോസ് 1000 ആയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് വെച്ചേക്കാം ട്രേഡേഴ്സ്. നമുക്ക് എൻട്രി കിട്ടിയത് 623.21 നമ്മൾ എടുത്തേക്കണ 57,000ൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഇപ്പോൾ ഒരു 609 അത്യാവശ്യം നല്ലൊരു ലോസ് ആയല്ലോ. 605 ഏതായാലും മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം. 601ഉം 605ഉം 606 വന്നിട്ട് ട്രിഗറും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടുന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സായി. കുഴപ്പമില്ല, നമുക്കൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. 611 ആയി. ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സിൻ്റെയും കൂടെ 6010 കേസ് ഒരു 5 പോയിൻറ്റ്സിൻ്റെയും കൂടെ ഒരു ദൂരം മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് ലോസിലേക്ക്. കുഴപ്പമില്ല, ഏതായാലും ഒരു 2000 റുപ്പീസിൻ്റെ ഒരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പോഴും എൻ്റെ ഒരു ഓവറോൾ കൺവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മേളിലേക്ക് പോകുന്നതാണ്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്. വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ, ജസ്റ്റ് ചെറിയൊരു പോയിൻ്റ് മാത്രമേ സ്റ്റോപ്പ് ലോസ് ബാക്കി നിൽക്കുന്നുള്ളൂ. പ്രീമിയം വൈസ് ഹിറ്റ് ചെയ്താൽ നമുക്ക് ട്രേഡിൽ നിന്ന് ഇറങ്ങിയേക്കാം. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഓവറോൾ ഒരു 3000 ലോസ് ഈ ഒരു ട്രേഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇവിടെ ഒരു അടുത്തൊരു ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. സെയിം സ്ട്രൈക്ക് പ്രൈസിലാണ് എൻട്രി എടുത്തത്. 626 നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മേളിലേക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുമായിരുന്നു. ഇന്നും നമുക്ക് ലോസ് ആണെന്ന് തോന്നുന്നു. വെറുതെ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, കാരണം മാർക്കറ്റ് എക്സാക്ട്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്നൊരു റിജക്ഷൻ ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റ് മേളിലേക്കാണ് പോകാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ അർത്ഥം നീ ഇറങ്ങിക്കോ മാർക്കറ്റിൽ നിന്ന് എന്നാണ് നമ്മളോട് മാർക്കറ്റ് പറയുന്നതെന്ന് തോന്നുന്നു. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് 45 പോയിൻറ്റ്സിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലോസ് നിൽക്കും. 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ് ബുക്ക് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോപ്പ് ലോസാണ്. ചെറുതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, 1:2 എന്നുള്ള രീതിയിൽ നമുക്കൊരു ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതായാലും നമ്മൾ എടുത്തതിന് ശേഷം കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ട്രേഡിൽ പറയാൻ കാത്തിരിക്കുമായിരുന്നു തോന്നുന്നു. അതേ ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലായി മാറിയിട്ടുണ്ട്. 626 നമുക്ക് നമ്മളുടെ ട്രേഡ് എൻട്രി കിട്ടിയത്. സെയിം സ്ട്രൈക്ക് പ്രൈസിലാണ് നമ്മൾ എൻട്രി എടുത്തത്. എന്നാലും ഒരു ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് നോക്കിയാലും അത്യാവശ്യം നല്ല റേറ്റിലാണ് നമുക്ക് ബൈ എൻട്രി കിട്ടിയത്. 57,000ൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഇനിയിപ്പോൾ ഒരു റിസ്ക് എടുക്കണ്ട, നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങേണ്ടി വരും.
പ്രോപ്പർലി നമ്മളുടെ റൂൾസിനെ ഫോളോ ചെയ്താണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, റൈറ്റ്. അപ്പോൾ ചെറിയൊരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. ഇല്ല, അത് ആ ക്യാൻഡലിന് റിജക്ഷൻ ക്യാൻഡലായി മാറിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം ട്രേഡേഴ്സ്, അല്ലെങ്കിൽ ഇത് ഇനിയിപ്പോൾ ഒരുപാട് ലെങ്തി വീഡിയോ ആയി പോയല്ലോ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, ഇന്നത്തെ സെക്കൻഡ് ട്രേഡിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു 7,000 ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഓർഡർ ബുക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. അടുത്തൊരു ട്രേഡ് എടുക്കുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, അടുത്തൊരു ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ലോസ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിലും നമ്മളുടെ ഇത് ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. കാരണം പിന്നെ ഒരു ഓവർ ട്രേഡിന് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. ഇത്രയും നേരം എടുത്ത കണ്ടിന്യൂസ്ലി ഇത്രയും നേരം എടുത്ത എല്ലാ ട്രേഡും നമുക്ക് എഗനിസ്റ്റ് ആവുമായിരുന്നു. അത് സെയിം സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ സെയിം ഏരിയയിൽ തന്നെയാണ് നമ്മളുടെ ട്രേഡിൽ വീണ്ടും എൻട്രി ആയിരിക്കുന്നത്. ജസ്റ്റ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് ട്രേഡിൽ എൻട്രി എടുത്തത്. വലിയൊരു അപ്സൈഡ് മൊമെൻറ്റം എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു മൊമെൻറ്റം മാർക്കറ്റ് ചെയ്യും എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ട്രേഡ് എടുത്തപ്പം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് അത്യാവശ്യം മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഏകദേശം 624 നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. ജസ്റ്റ് സെയിം സ്ട്രൈക്ക് പ്രൈസ് 57,000 സെയിം സ്ട്രൈക്ക് പ്രൈസിലാണ് ഇന്ന് എൻട്രി എടുത്തിരിക്കുന്നത്. ഇതും കൂടെ ലോസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ ലോസ് ലിമിറ്റും കൂടെ റീച്ച് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഏതായാലും ആദ്യം തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തേക്കാം. 603 604 ട്രിഗർ പ്രൈസുമാണ്. അപ്പം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് എടുത്ത ആ ഒരു എൻട്രി പോയിൻറ്റിൽ തന്നെ കിടന്ന് മാർക്കറ്റ് കറങ്ങുന്നുണ്ട്. ജസ്റ്റ് ഒരു 7,000 ലോസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലായി മാറുകയാണ് ചെയ്യുന്നത്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്, എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെ ഫോം ചെയ്ത് നമ്മുടെ ലോസിനെ ഏകദേശം റിക്കവർ ആയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ടാർഗറ്റിന് സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് വെച്ചേക്കാം. ടാർഗറ്റ് നമ്മൾ ആദ്യം വെച്ചിരുന്ന പ്ലേസിൽ തന്നെയാണ് നമ്മളുടെ ടാർഗറ്റ്.
674 ആണ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ. ജസ്റ്റ് നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മൾ എൻട്രി എടുത്ത അതേ സ്പോട്ടിൽ നിന്ന് ഈ ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് ഞാൻ നേരത്തെ ക്യാൻഡിലിൽ നിന്നും പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടുന്ന് അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുമായിരുന്നു ചെയ്തത്. റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറിയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യായിരുന്നു. ഏതായാലും ഈ ഒരു ട്രേഡ് അത്യാവശ്യം നല്ല നമ്മളുടെ എൻട്രി എക്സാക്ട്ലി നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എക്സാക്ട്ലി നമ്മുടെ എൻട്രി കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ നല്ലൊരു മൊമെൻറ്റം മേളിലേക്ക് ഉണ്ടാവുമായിരുന്നു. നമ്മളുടെ 137 നമ്മളുടെ ടാർഗറ്റ് നമ്മൾ വച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല. ഇനിയിപ്പോൾ തിരിച്ച് മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ എൻട്രി എടുത്ത് നമ്മളുടെ സെയിം എൻട്രി പോയിന്റിൽ തന്നെ ഒരു 1000 റുപ്പീസിൻ്റെ അടുത്ത് ലോസ് കാണിച്ചതായിരുന്നു ഫുള്ള് റിക്കവർ ആയിട്ട്. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമ്മുടെ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ്, ഒരു 8000ൻ്റെ പ്രോഫിറ്റാണ് ഓവറോൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 7000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1000 പ്ലസിൻ്റെ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ആ ഒരു ട്രേഡ് ആയിരിക്കും. ഞാൻ ഇനിയിപ്പോൾ ട്രേഡൊന്നും എടുക്കാനില്ല, കാരണം ഇപ്പോൾ തന്നെ 3ാമത്തെ ട്രേഡായി. ഇനിയിപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി ട്രേഡ് എടുക്കുന്നതിൽ അർത്ഥമില്ല. ഏതായാലും നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മളുടെ ടാർഗറ്റാണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാത്ത എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് വലിയൊരു അപ്സൈഡ് ഇപ്പോൾ ഇത്രയും വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിലും മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യാൻ ചാൻസസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പോട്ടിൻ്റെ ചാർട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രീമിയത്തിൻ്റെ ചാർട്ട് വെച്ചിട്ടാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ സ്പോട്ടിൻ്റെ ചാർട്ടിലാണെങ്കിലും നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടാർഗറ്റ് ഏരിയ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് ഇറങ്ങാമെന്നാണ് തോന്നുന്നത്. കാരണം താഴത്തോട്ട് ഒരു മൊമെൻറ്റം ചെയ്യാൻ ജസ്റ്റ് ഒരു സ്പൈക്ക് തന്നതിന് ശേഷം ഈ ഒരു മൊമെൻറ്റം പ്രതീക്ഷിച്ചാണ് നമ്മളുടെ ട്രേഡ് എടുത്തത്. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ എത്തിയില്ലെങ്കിൽ കൂടി ആ ഒരു പ്ലേസിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഇപ്പോൾ ഒരു ചെറിയൊരു 674 നമ്മൾ ടാർഗറ്റ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു 650 റേഞ്ചിൽ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു 2000ൻ്റെ 3000 അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് സ്പോട്ടിൻ്റെ ചാർട്ട് വെച്ച് നമ്മളുടെ ടാർഗറ്റ് ഏരിയ ഹിറ്റായിട്ടുണ്ട്. പക്ഷേ പ്രീമിയം വൈസ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ ആയാൽ ഇത്രയും നല്ലൊരു നമ്മുടെ ലോസിനെ മൊത്തം റിക്കവർ ചെയ്ത് ജസ്റ്റ് ഗ്രീൻ കാണിച്ചതാണ്. അതാണ് ഞാനിപ്പം മാർക്കറ്റിൽ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ജസ്റ്റ് ഒരു 2000ൻ്റെ ലോസ് ബുക്ക് ചെയ്തിരുന്ന മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വേറൊന്നുമല്ല, സ്പോട്ടിൻ്റെ ഇത് വെച്ചിട്ട് നമ്മളുടെ ടാർഗറ്റ് ഏരിയ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മേളിലേക്ക് പോകുമല്ലോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതാണ് ഇനിയിപ്പോൾ അങ്ങനെയല്ല മേളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളുടെ 3 ട്രേഡിൽ നമുക്ക് ലോസ് അടിച്ചുകൊണ്ടാണ് രണ്ട് ട്രേഡ് നമുക്ക് ലോസ് അടിച്ചുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങേണ്ടി വന്നത്. ഏതായാലും കുഴപ്പമില്ല. നാളെ ഏതെങ്കിലും ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ്